നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014. ഇത് നിങ്ങളെ ചാപ്റ്റർ 2 ആണ്. അപ്പോൾ ഇതൊന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് റൂൾസ് അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കമ്പനീസാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ കമ്പനീസാണ് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്, അതിൻ്റെ ടൈം ലൈൻസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു റൂളാണ്. അപ്പോൾ ഈ ഒരു റൂളിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചോളം അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് കുറച്ച് ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ടൊരു റൂളാണ്. നമുക്കറിയാം പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് രണ്ട് തരത്തിലുള്ള പവറുണ്ട്. ഒന്നാണ് ലെജിസ്ലേറ്റീവ് പവർ, മറ്റൊന്നാണ് ലെജിസ്ലേറ്റീവ് പവർ. എന്താണ് ഈ ലെജിസ്ലേറ്റീവ് പവർ കൊടുത്തത്? ഇത് പവർ ടു മേക്ക് ആക്ട് ആണ്. എന്താണ് നമ്മളെ കമ്പനീസ് ആക്ട് അതുപോലുള്ള കാര്യങ്ങളാണ് പവർ ടു മേക്ക് ആക്ട്. അത് ലെജിസ്ലേറ്റീവ് പവറിൻ്റെ കീഴിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊന്നാണ് സബോർഡിനേറ്റ് ലെജിസ്ലേറ്റീവ് പവർ. എന്താണ് ഈ സബോർഡിനേറ്റ് ലെജിസ്ലേറ്റീവ് പവർ? അതിന് പറയുന്നവരാണ് പവർ ടു മേക്ക് റൂൾസ് എന്ന് നമ്മൾ പറയും. ഇതാണ് പവർ ടു മേക്ക് റൂൾസ്. അപ്പോൾ ഈ പവർ ടു മേക്ക് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് ഉണ്ടാക്കി. ഇതിനകത്ത് സെക്ഷൻ 148 എന്ത് ചെയ്തു? കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇത് ഒരു ജനറൽ ആപ്ലിക്കബിലിറ്റിയാണ് സംസാരിക്കുന്നത്. എന്താ ആപ്ലിക്കബിലിറ്റിയാണ്? ജനറൽ ആപ്ലിക്കബിലിറ്റി. ഇപ്പോൾ എന്താ പറയുന്നത്, ചില കമ്പനികൾക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവും, ചില കമ്പനിക്ക് കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആവും എന്നൊക്കെ മാത്രമാണ് ഈ സെക്ഷൻ 148 പറഞ്ഞത്. അല്ല, ഏതൊക്കെ കമ്പനീസിനാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക, ഏതൊക്കെ കമ്പനീസിനാണ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യേണ്ടി വരിക, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കബിലിറ്റീസ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് ഈ ഒരു റൂൾസിനകത്താണ്. ഈ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014 ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റൂൾസ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്കഷനാണ് നടത്തുന്നത്. ഇതിനകത്ത് ആപ്ലിക്കബിലിറ്റി ഉണ്ട്, എത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, അതുപോലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കോസ്റ്റ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ ഈ ഒരു റൂൾസിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ആ റൂൾസ് ഒന്ന് നോക്കാം. ഈ റൂൾസിനകത്ത് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 6 റൂൾസ്, മീൻസ് ഈ റൂൾസിനകത്ത് 6 റൂൾസ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ട്. 4 ഫോമുകൾ പഠിക്കാനുണ്ട്. ഈ അനക്ഷൻ്റെ കാര്യം മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വെട്ടിക്കളയാവുന്നതാണ്. 31 CRA1 പ്രിൻസിപ്പിൾസ് പഠിക്കാനായിട്ടുണ്ട്. ഈ CRA1 പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇത് പലതും CASുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ ഒരു ലെക്ചർ സീരീസിൽ 31 CRA പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ CAS അഥവാ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോഴത്തേക്കും അവിടെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കും. കാരണം ഏകദേശം രണ്ടും ഒരുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അവിടെ അത് പഠിക്കും. അപ്പോൾ 6 റൂൾസ് നിർബന്ധമായിട്ടും പഠിക്കണം, 4 ഫോംസ് നിർബന്ധമായിട്ടും പഠിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 31 CRAൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, CRA1 പ്രിൻസിപ്പിൾസ് CASൻ്റെ കൂടെ 2 FAQകൾ. FAQ പറഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. പരീക്ഷയ്ക്കല്ല, ഈ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റൂൾസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള റൂൾസാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബിസിനസ് എൻറ്റിറ്റീസിന്, കമ്പനീസിന് എന്തുണ്ടാവും, സംശയം ഉണ്ടാവും ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി, എത്തരത്തിലാണ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻറ്റിറ്റീസ് ചോദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കമ്പനീസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കമ്പൈലേഷനാണ് FAQ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, പക്ഷേ എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ FAQവും കൂടി പഠിക്കണമെന്നുള്ളത്. ഇൻ കേസ് നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അൺസോൾവ്ഡ് കേസസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു SEZൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ FAQ എന്ന് എടുത്തതാണ്. ഇതുപോലുള്ള പല ക്വസ്റ്റ്യൻസിനും ഇതിനു മുമ്പിട്ട് ഉള്ള എക്സാമിൽ FAQ എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ FAQ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വരുന്ന എക്സാമുകളിലും ഇത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ഈ FAQ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോസ്റ്റ് റൂൾസിൻ്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്സ്, അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസിൻ്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ.
പിന്നെ 2 ന്യൂമറിക്കൽ ടോപ്പിക്സ് കൂടെ ഇവിടെ വരുന്നുണ്ട്. വാല്യൂ അഡീഷനും റിക്കൺസിലിയേഷനും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്തൊക്കെയാണ്? 6 റൂൾസ്, 4 ഫോംസ്, അനക്ഷേഴ്സിൻ്റെ കാര്യം വിട്ടേക്കൂ. പിന്നെ 31 CRA പ്രിൻസിപ്പിൾസ് CAസിൻ്റെ കൂടെ പഠിക്കും. 2 FAQകൾ. 2 FAQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, 2 FAQ സെറ്റ്സ് ആണ്. അതിനകത്ത് നിന്ന് ഈ ചാപ്റ്ററിന് റിലവൻ്റ് ആയിട്ടുള്ള FAQ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരുന്നുണ്ട്. അതുമല്ല, ഈ ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്നെ നമ്മൾ കുറേയധികം FAQs നിങ്ങൾ അറിയാതെ തന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ പഠിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് FAQ ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ എളുപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ 2 ന്യൂമറിക്കൽ ടോപ്പിക്സ് ആയ വാല്യൂ അഡീഷനും റിക്കൺസിലേഷൻ, ഇതും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓരോ ആൾട്ടർനേറ്റ് അറ്റംപ്റ്റിലും ഇതിൽ നിന്നൊരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, സോ വളരെ വലിയൊരു വെയിറ്റേജ് ആണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങളുടെ സിലബസിൽ കവർ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് റൂൾസ് തുടങ്ങാം. ആദ്യമേ നമുക്ക് റൂൾസിൻ്റെ ഒരു സമ്മറി പോലെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 6 റൂൾസാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ റൂൾസാണ്. സോ റൂൾ 1, നമുക്കറിയാം എല്ലാ ആക്ടിൻ്റെയും ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ടൈറ്റിലാണ്. അതുപോലെ തന്നെ ഇവിടെയും റൂൾ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിലാണ്. എന്താണ് ഈ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ? നമ്മളെ റൂളിൻ്റെ പേരെന്താണെന്നും ഈ റൂള് എന്ന് മുതലാണ് കമൻസ് ആയെന്നും എന്നുള്ള കാര്യമാണ് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം ഈ റൂളിൻ്റെ പേര് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014 അപ്പോൾ CRA 2014 നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് എഴുതണം. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, എന്ന് മുതലാണ് ഇത് കമൻസ് ചെയ്തത്. എന്നാണ് ഈ ഒരു റൂള് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30th June 2014. ഈ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റൂൾ 1 കഴിഞ്ഞു. എന്താണ് ഷോർട്ട് ടൈറ്റിൽ, എന്താണ് റൂളിൻ്റെ പേര്, അതുപോലെ തന്നെ എന്നാണ് ഈ റൂൾ വന്നത്. അങ്ങനെ നമ്മൾ റൂൾ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റൂൾ 2ലേക്ക് പോവാം. റൂൾ 2 എന്താ ഡിസ്കസ് ചെയ്യുക? റൂൾ 2വിനകത്ത് 4 ഡെഫിനിഷനാണ് ഈ ഒരു നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഡെഫിനിഷൻസ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോയിട്ട് അത് വായിക്കാം. പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി, അല്ലെങ്കിൽ MCQ പോയിൻ്റ്, അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ 4 ഡെഫിനിഷൻസേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു റൂളിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൂടാതെ തന്നെ ഈ റൂളിൽ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡെഫിനിഷനെ കാട്ടി കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു വാക്ക് ഈ ഒരു റൂളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂൾ പറയുന്നത് യു ഷുഡ് റെഫർ കമ്പനീസ് ആക്ട്. ഇപ്പോൾ ടേൺ ഓവർ എന്ന വാക്ക് ഈ ഒരു റൂളിൽ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു റൂൾ പറയുന്നത് നിങ്ങൾ ആക്റ്റിൽ പോയിട്ട് റെഫർ ചെയ്യാനാണ്. അല്ലെങ്കിൽ FAQയിൽ അതിന് പ്രത്യേക ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റൂൾ 2 എന്താണ്? ഡെഫിനിഷൻസ് ആണ്. ഇത് എല്ലാ സെക്ഷനും അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഡെഫിനിഷൻസ് ആണ്. 4 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഈ ഒരു റൂളിൽ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ് ആരാണ്? ആരാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ്? ക്ഷമിക്കണം, നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് എഴുതാം. ആരാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ് എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഡെഫിനിഷൻ. ആരാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ്? ഇതൊരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഫേം ആവാം. ഫേം ഇൻക്ലൂഡ്സ് LLP. അപ്പോൾ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ CMA ആവാം, അല്ലെങ്കിൽ ഒരു ഫേമും ആവാം. ഈ ഫേമിനകത്ത് എന്തുണ്ട്? LLPയും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. രണ്ടാമത് ആരാ? കോസ്റ്റ് ഓഡിറ്റർ. അപ്പോൾ ഈ ഇൻഡിവിജ്വലിനെയോ ഈ ഫേമിനെയോ അല്ലെങ്കിൽ ഈ LLPയോ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിനു വേണ്ടിയിട്ട് കോസ്റ്റ് റെക്കോർഡ്സിൻ്റെയും കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സാമിനേഷനൊക്കെ നടത്തി ഒരു റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട്, കോസ്റ്റ് ഔട്ട് റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് പ്രാക്ടീസ് അപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് കോൾഡ് ദ കോസ്റ്റ് ഓഡിറ്റർ. ഓക്കെ, രണ്ടാമത്തെ ഡെഫിനിഷന് കഴിഞ്ഞു. മൂന്നാമത്തതിലേക്ക് പോകുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. എന്താണ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്? കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പം നമ്മളെ കമ്പനി
നമ്മളുടെ കമ്പനി എന്ത് ചെയ്യും? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ മെറ്റീരിയൽ കൺസംഷൻ റെക്കോർഡാവാം, വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലുള്ള കാര്യങ്ങൾ, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്, അതുപോലുള്ള കോസ്റ്റ് റെക്കോർഡ്സ്. ഈ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യും. കോസ്റ്റ് ഷീറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി കോസ്റ്റ് റെക്കോർഡ്സ്, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, മറ്റ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ കോസ്റ്റ് ഓഡിറ്റർ വരും. കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്ത ആളാണ് കോസ്റ്റ് ഓഡിറ്റർ. എന്നിട്ട് ഈ കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യും? ഈ കോസ്റ്റ് റെക്കോർഡ്സും കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എക്സാമിൻ ചെയ്യും. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യും? ഒരു റിപ്പോർട്ട് തരും. ഈ റിപ്പോർട്ട് ഡ്യൂലി സൈൻഡ് ആയിരിക്കും. എന്താണ്? നമ്മളെ കോസ്റ്റ് ഓഡിറ്റർ വരും, കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കോസ്റ്റ് റെക്കോർഡ്സും കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എക്സാമിൻ ചെയ്യും. അതിനുശേഷം ഒപ്പിട്ട് ഒരു റിപ്പോർട്ട് തരും. ഈ റിപ്പോർട്ട് എന്താ പറയണത്? ഈ റിപ്പോർട്ട് പറയുന്നത് കോസ്റ്റ് റെക്കോർഡ്സ്, വെദർ ദ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് are prepared in accordance with CAS and CRA1. അപ്പോൾ എന്താ ഈ കോസ്റ്റ് ഓർഡർ നോക്കുന്നത്? എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും CRA1 പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസും ഒക്കെ പാലിച്ചാണോ ഈ കോസ്റ്റ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെൻറ്റിലും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർ നോക്കുന്നത്. അതിനുശേഷം ഇത് എത്തരത്തിലാണെന്നുള്ളതിന് വേണ്ടിയിട്ട് പുള്ളി ഒരു റിപ്പോർട്ട് തരും. ഈ റിപ്പോർട്ടിൻ്റെ കൂടെ നമ്മളിപ്പോൾ സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു സ്കാനിങ് റിപ്പോർട്ടിനകത്ത് ഫ്രണ്ടിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട്സ് എല്ലാം കാണും. അതിൻ്റെ ബാക്കിൽ എന്താ സ്കാൻ ചെയ്ത പിക്ചേഴ്സും ഇമേജസും എല്ലാം കാണും ഫോർ ഫർദർ റെഫറൻസ്. അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വേറെയും കുറച്ച് കാര്യങ്ങൾ കാണും. അതിന് പറയുന്ന പേരാണ് അറ്റാച്ച്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അനക്ഷസ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് സജഷൻസ് ഉണ്ടാവാം, മറ്റ് ഒബ്സർവേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാം. ഇതാണ് കോസ്റ്റ് ഓർഡർ റിപ്പോർട്ട്. കമ്പനി എന്ത് ചെയ്യും? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, കോസ്റ്റ് ഓർഡർ വരും, ഇത് എക്സാമിൻ ചെയ്യും. എന്നിട്ട് ഇത് CASും CRA1ഉം മറ്റ് ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ GACAP ഇതൊക്കെ അനുസരിച്ചാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കും. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കും. അതിനുശേഷം അത് ഒപ്പിട്ടിട്ട് റിപ്പോർട്ട് തരും. ഈ റിപ്പോർട്ടിലൂടെ മറ്റ് അനക്ഷേഴ്സും അറ്റാച്ച്മെൻറ്റും ഒബ്സർവേഷൻസും ക്വാളിഫിക്കേഷൻസും കമൻസും എല്ലാം ഉണ്ടാവും. ഇതിനാണ് നമ്മളെന്ന് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്താണ് കോസ്റ്റ് റെക്കോർഡ്സ്. നമ്മളിവിടെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന്. എന്താണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന്? അപ്പോൾ എന്താണ് ഈ കോസ്റ്റ് റെക്കോർഡ്സ്? കമ്പനി എന്ത് ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, ഇതിനു വേണ്ടി ചിലവാക്കിയ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അതർ ഐറ്റംസ് ഓഫ് കോസ്റ്റ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് റെക്കോർഡ്സ്. ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽ ഇനത്തിൽ എത്ര ചിലവാക്കി, ലേബർ ഇനത്തിൽ എത്ര ചിലവാക്കി, മറ്റ് ഐറ്റംസ് ഓഫ് കോസ്റ്റിൻ്റെ രീതിയിൽ എത്ര ചിലവാക്കി, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെക്കുന്നു. അതിനാണ് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി ഒരു റെഗുലർ ബേസിസിലാണ് വെക്കുക. ആൻഡ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മന്ത്ലി ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ സെമി ആനുവലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം. ഓക്കെ, അപ്പോൾ ഇതൊരു റെഗുലർ ബേസിസിലാണ് വെക്കുന്നത്. ഇത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, സെമി ആനുവലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം. അപ്പോൾ നമ്മൾ 2 റൂൾസ് ഇവിടെ പഠിച്ചു. റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ പഠിച്ചു, റൂൾ 2 ഡെഫിനിഷൻ പഠിച്ചു. ഇപ്പോൾ 2 റൂൾസാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. നമുക്ക് ഇനി ആ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കാം. റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, റൂൾ 2 ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് 2014 എന്നാണ് ഈ ഒരു റൂളിൻ്റെ പേര്. ഇറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 30th June 2014. കഴിഞ്ഞു, റൂൾ 1 കഴിഞ്ഞു.
Rule 2, only important words are covered here. കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻ പ്രാക്ടീസ് ഇൻക്ലൂഡ് ഫേം ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ്. അപ്പം സാധാരണ രീതി കോസ്റ്റ് അക്കൗണ്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു CMA ഹി ഹോൾഡ്സ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, അയാൾ എന്തെന്ന് പറയും, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ഉൾപ്പെടുന്നുണ്ട്, ഫേമും ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ LLPയും ഉൾപ്പെടുന്നുണ്ട്. സിമ്പിളാണ്. കോസ്റ്റ് ഓഡിറ്റർ ആരാണ്? ഈ കോസ്റ്റ് അക്കൗണ്ടന്റ് പ്രാക്ടീസിനെ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഡിറ്റർ. വളരെ സിമ്പിൾ. രണ്ടാമത്തെ ഡെഫിനിഷൻ കഴിഞ്ഞു. എന്താണ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്? നമ്മൾ വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞു. കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് എ ഡ്യൂലി സൈൻഡ് കോസ്റ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓൺ ദ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എക്സാമിൻഡ്, കോസ്റ്റ് റെക്കോർഡ്സ് എക്സാമിൻഡ് ആൻഡ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് ആസ് പെർ ദീസ് റൂൾസ്. അപ്പോൾ ഈ റൂൾസ് പ്രകാരം പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ അയാൾ എക്സാമിൻ ചെയ്ത കോസ്റ്റ് റെക്കോർഡ്സും എല്ലാം ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂവും അതുപോലെ തന്നെ റൂൾസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും CRM പ്രിൻസിപ്പിൾസും ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും എല്ലാം അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്യൂലി സൈൻഡ് റിപ്പോർട്ട് കോസ്റ്റ് ഓഡിറ്റർ തരുമ്പോൾ അതിന് പറയുന്ന പേരാണ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ കാണുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റാച്ച്മെൻറ്റ്, അനക്ഷർ, ക്വാളിഫിക്കേഷൻസ്, ഒബ്സർവേഷൻ. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓർഡർ ക്വാളിഫിക്കേഷൻ അല്ല. ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുള്ളിയുടെ കമൻസ് ആണ്. മീൻസ് ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് അതിന് നമ്മുടെ ഒരു ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ക്ലീൻ റിപ്പോർട്ടാണ്, ഒരു പ്രശ്നമില്ലാത്ത. അപ്പോൾ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് ഈ കമ്പനിയിൽ. അത്തരത്തിലുള്ള കമ്പനികൾക്കാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻസ്, അല്ലാതെ കോസ്റ്റ് ഓഡിറ്റർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് അല്ല കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അടുത്തത് കോസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ദ യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ആപ്ലിക്കബിൾ ടു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ പ്രൊഫഷൻ ഓഫ് സർവീസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഐറ്റം തന്നെയാണ് നമ്മൾ നോട്ട്സിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത്രയും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റൂൾ 3 ആണ്. എന്താണ് റൂൾ 3? സോ ഇനി നമുക്കൊരു 6 റൂളാണ് ടോട്ടൽ ഉള്ളത്. 4 റൂളും കൂടെ പഠിക്കാനുണ്ട്. 4 റൂളിൻ്റെ പേര് ഞാനൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റൂളായിട്ട് അങ്ങോട്ട് പോവാം. റൂൾ നമ്പർ 3, റൂൾ നമ്പർ 4, റൂൾ നമ്പർ 5, റൂൾ നമ്പർ 6. റൂൾ നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. റൂൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. റൂൾ 5 മെയിൻ്റനൻസ്. ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. ജസ്റ്റ് പേര് മാത്രം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് കണ്ടൻസ് ഒന്നും നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കേണ്ട ആവശ്യങ്ങളില്ല. ജസ്റ്റ് ഞാൻ പറയുമ്പോൾ മാത്രം അത് പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഈ പേര് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, സോ റൂൾ നമ്പർ 6 ഈസ് കോസ്റ്റ് ഓഡിറ്റ്. ഇവിടെ ഇതിൻ്റെ പേര് കോസ്റ്റ് ഓഡിറ്റ് എന്നാണെങ്കിൽ കൂടിയും ദിസ് മോസ്റ്റ്ലി ഈസ് കൺസേൺഡ് വിത്ത് ടൈം ലൈൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബാക്കിയുള്ള റൂളുകൾ. ഇപ്പോൾ റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ, റൂൾ 2 ഡെഫിനിഷൻ, റൂൾ 3 ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് എന്താ ഡിസ്കസ് ചെയ്യുക? ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ഏതൊക്കെ കമ്പനികൾക്കാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നമുക്കറിയാം 148 ഡിസ്കസ് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു എല്ലാ കമ്പനികളും എന്ത് ചെയ്യേണ്ട, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് കമ്പനികളെ നോട്ടിഫൈ ചെയ്യും അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യും. അത്തരത്തിലുള്ള കമ്പനികൾക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന സാധനങ്ങളുടെ ഉൽപ്പാദനം അഥവാ പ്രൊഡക്ഷൻ, എന്താണ് സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്ന സർവീസസിൻ്റെ പ്രൊവിഷനോ ചെയ്യുന്ന കമ്പനികൾക്കാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനങ്ങളും സേവനങ്ങളും ഏതാണെന്നും എന്തടിസ്ഥാനത്തിലാണ് ഈ കമ്പനികൾ ആപ്ലിക്കബിലിറ്റി വരുന്നത്, മീൻസ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കും ആപ്ലിക്കബിൾ ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് എവിടെയാണ്, ഈ റൂൾ 3യിലാണ്.
ഓക്കെ. സോ റൂൾ 3ൽ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾസ് ഉണ്ട്. 2 ടേബിൾസ്. ഒന്ന് ടേബിൾ എ എന്ന് പറയും, 2 ടേബിൾ ബി എന്ന് പറയും. ഇതിനകത്താണ് നമ്മൾ ആ പറഞ്ഞ സ്പെസിഫൈഡ് പ്രോഡക്ട്സും സ്പെസിഫൈഡ് ഗുഡ്സും എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ടേബിൾസിലാണ്. അടുത്ത തന്നെ കോസ്റ്റ് ഓഡിറ്റ്. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. മീൻസ് റൂൾ 3 അപ്ലൈ ചെയ്താൽ മാത്രമേ റൂൾ 4 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. മീൻസ് റെക്കോർഡ്സ് ഇല്ലാത്തൊരു കമ്പനിയെ നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് നടത്തുക? അപ്പോൾ റെക്കോർഡ്സ് ആണ് പ്രൈമറി ആയിട്ടുള്ള കണ്ടീഷൻസ്. അപ്പോൾ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. റൂൾ 3 അപ്ലൈ ചെയ്തതിന് ശേഷമാണ് റൂൾ 4 വരുന്നത്. അപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാ കമ്പനികളും എന്ത് ചെയ്യേണ്ട? കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനകത്തും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതും ചിലപ്പോൾ നെറ്റ് വർത്തിൻ്റെ ആവാം, ടേൺ ഓവറിൻ്റെ ആവാമെന്ന് സെക്ഷൻ 148 നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. എത്തരത്തിലാണെന്ന് നമുക്ക് റൂൾ 4 പഠിക്കുമ്പോൾ നോക്കാം. ഓക്കെ. അടുത്ത മെയിൻ്റെനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. റൂൾ 3ൽ പറയുന്നുണ്ട് ചില കമ്പനികൾ എന്ത് ചെയ്യണം? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് എത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് റൂൾ 5 പറയുന്നത്. റൂൾ 5 നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചേക്കാം. റൂൾ 5 ഇത്ര മാത്രമേ പറയുന്നുള്ളൂ: മെയിൻറ്റെയിൻ ആസ് പെർ CRA1. എന്താണ് CRA1? നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 6 റൂളും അതുപോലെ തന്നെ 4 ഫോംസും പഠിക്കാനുണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് ഫോംസ് 4 CRA1, CRA2, CRA3, CRA4. അതിനകത്ത് ആദ്യത്തെ ഫോമാണ് CRA1. ഫോമിൻ്റെ പേരിതാണ് ഫോം ഓഫ് അല്ലെങ്കിൽ ഫോം 4 മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. ഇതാണ് ഈ ഫോമിൻ്റെ പേര്. എന്ന് വെച്ചാൽ കോസ്റ്റ് റെക്കോർഡ്സ് എത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള 31 പ്രിൻസിപ്പിൾസ് പറയുന്ന ഫോമാണ് CRA1. കോസ്റ്റ് റെക്കോർഡ്സ് എത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള 31 ഹെഡിങ്സിലുള്ള 31 പ്രിൻസിപ്പിൾസ് ഉള്ള 31 ഹെഡിങ് അല്ലെങ്കിൽ കാറ്റഗറീസ്. ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ കോസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരു ഹെഡിങ്. അങ്ങനെ 31 ഹെഡിങ്സ് ആണ് ഇതിനകത്തുള്ളത്. മെറ്റീരിയൽ, ലേബർ എംപ്ലോയി ഒന്നാണ് മെറ്റീരിയൽ, എംപ്ലോയി ഓവർ ഹെഡ്സ്, അത് തന്നെ അഡ്മിൻ ഓവർ ഹെഡ് എങ്ങനെ, സെല്ലിങ് ഓവർ ഹെഡ് എങ്ങനെ, അങ്ങനെ ഓരോ ഐറ്റത്തിനെയും കാറ്റഗറൈസ് ചെയ്ത് 31 ഐറ്റം ഉണ്ട്. അതിനകത്തെല്ലാം പല പല പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതെല്ലാം പാലിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ റൂൾ 5 നമ്മളടുത്ത് പറയണത്. ഈ CRA1 ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ റൂൾ 3യിലുള്ള ടേബിൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് എത്തരത്തിലാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്നൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റൂൾ 6 നമുക്ക് ഈ റൂൾ 4ൽ ആപ്ലിക്കബിൾ ആയിട്ട് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ടൈം ലൈൻസും പ്രൊസീജിയേഴ്സുമാണ് പഠിക്കാനുള്ളത്. എന്താണ്? എത്ര സമയത്തിനുള്ളിൽ കോസ്റ്റ് ഓഡിറ്റ് തീർക്കണം, എത്ര സമയത്തേക്കാണ് കോസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കോസ്റ്റ് ഓഡിറ്റ് റൂൾ 6 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റൂൾ 3 കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഏതൊക്കെ കമ്പനിക്കാണ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വരുന്നതെന്ന് പഠിക്കുന്നു. റൂൾ 4 ഏതൊക്കെ കമ്പനിക്കാണ് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുകയെന്ന് പഠിക്കുന്നു. റൂൾ 5 റൂൾ 3ൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് റെക്കോർഡ്സ് എത്തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അത് CRA1 അനുസരിച്ചാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് റൂൾ 5 പറയുന്നത്. റൂൾ 6 കോസ്റ്റ് ഓഡിറ്റിൻ്റെ അഥവാ റൂൾ 4 നടത്തുന്ന കോസ്റ്റ് ഓഡിറ്റിൻ്റെ ടൈം ലൈൻസും പ്രൊസീജിയേഴ്സും ആണ് പറയുന്നത്. അപ്പം റൂൾ 6 വരെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ റൂളായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. സോ താങ്ക് യു.